പാലക്കാടൻ അതിർത്തിയിലെ കരിമ്പനക്കാടുകൾക്ക് നടുവിൽ കരിങ്കല്ലിൽ തീർത്ത ഒരു വലിയ കോട്ടയുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ ജീവിച്ചിരുന്ന ഒരു മന്ത്രവാദി തന്റെ ആഭിചാരക്രിയകൾക്കായി അനേകം ജീവനുകൾ ബലി നൽകിയ ഇടമാണതെന്നും ആ മന്ത്രവാദിയുടെ ആത്മാവ് ഇപ്പോഴും ആ കോട്ടയ്ക്കുള്ളിൽ തടവിക്കിടക്കുകയാണെന്നും നാട്ടുകാർ വിശ്വസിച്ചിരുന്നു. ഒരു പ്രമുഖ ചാനലിന് വേണ്ടി നിഗൂഢ ദൃശ്യങ്ങൾ പകർത്തുന്ന സിദ്ധാർത്ഥും അവന്റെ ക്യാമറാമാനായ രാഹുലും ആ കോട്ട ലക്ഷ്യമാക്കി യാത്ര തിരിക്കുമ്പോൾ അമാവാസി രാവിന്റെ കറുപ്പ് ഇരുണ്ടു തുടങ്ങിയിരുന്നു. അമാവാസി നാളുകളിൽ കോട്ടയ്ക്കുള്ളിൽ നിന്ന് വലിയ മണിനാദവും നിലവിളികളും കേൾക്കാമെന്ന നാട്ടുവർത്തമാനത്തിന്റെ സത്യമറിയുകയായിരുന്നു സിദ്ധാർത്ഥിന്റെ ലക്ഷ്യം. എന്നാൽ പ്രകൃതിയുടെ നിഗൂഢതകളെ എപ്പോഴും ഭയത്തോടെ കണ്ടിരുന്ന രാഹുലിന് ഈ യാത്രയിൽ ഒട്ടും താൽപ്പര്യമില്ലായിരുന്നു. സിദ്ധാർത്ഥിന്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് അവൻ കൂടെ പോന്നത്. കരിമ്പനക്കാടുകൾക്കിടയിലൂടെയുള്ള ആ യാത്രയിൽ കാറ്റിന് വിചിത്രമായൊരു ഭാവമുണ്ടായിരുന്നു. കരിമ്പന ഓലകൾ പരസ്പരം തട്ടിയുരസുന്ന ശബ്ദം ആരോ മന്ത്രം ചൊല്ലുന്നതുപോലെ തോന്നിപ്പിച്ചു. അന്തരീക്ഷത്തിൽ കരിന്തിരിയുടെയും ചീഞ്ഞ മാംസത്തിന്റെയും രൂക്ഷമായ ഗന്ധം പടർന്നുപിടിക്കാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന ചെറിയ 2 ടോർച്ചുകളുടെ വെളിച്ചത്തിൽ കാട്ടുചെടികൾ വെട്ടിമാറ്റി അവർ മുന്നോട്ട് നീങ്ങി. കാടിന്റെ ഉള്ളിലേക്ക് കയറും തോറും അന്തരീക്ഷത്തിലെ താപനില പെട്ടെന്ന് താഴാൻ തുടങ്ങി. സാധാരണ കാടുകളിൽ കേൾക്കാറുള്ള വന്യമൃഗങ്ങളുടെ ശബ്ദങ്ങൾ പോലും അവിടെ നിശബ്ദമായിരുന്നു. പകരം പേടിപ്പെടുത്തുന്ന ഒരു നിശബ്ദത ആ പ്രദേശത്തെ വിഴുങ്ങിയിരുന്നു. രാഹുലിന്റെ നെഞ്ചിടിപ്പ് കൂടി വന്നു. അവൻ പലവട്ടം സിദ്ധാർത്ഥിനോട് തിരികെ പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും ലക്ഷ്യബോധമുള്ള സിദ്ധാർത്ഥ് അത് കേട്ടതായി ഭാവത്കരണ്ട് നടിച്ചതേയില്ല. ഏകദേശം 2 മണിക്കൂറോളം നീണ്ട കഠിനമായ നടത്തത്തിനൊടുവിൽ ആ കറുത്ത കാടിന്റെ നടുവിൽ മാരികോട്ട ദൃശ്യമായി. ഭീമാകാരമായ കരിങ്കൽ മതിലുകളും തകർന്നു വീഴാറായ മേൽക്കൂരയും വവ്വാലുകൾ വട്ടമിട്ട് പറക്കുന്ന അന്തരീക്ഷവും ആ കോട്ടയെ കൂടുതൽ ഭയപ്പെടുത്തുന്നതാക്കി മാറ്റിയിരുന്നു. കോട്ടയുടെ പ്രധാന കവാടത്തിലെ വലിയ ഇരുമ്പുവാതിൽ പകുതി തുറന്ന നിലയിലായിരുന്നു. സിദ്ധാർത്ഥ് ധൈര്യപൂർവ്വം ആ വാതിൽ തള്ളിത്തുറന്നു. ദ്രവിച്ച ഇരുമ്പുവാതിൽ തുറന്നപ്പോൾ ഉണ്ടായ ഭീകരമായ ശബ്ദം ആ കാട്ടിലാകെ പ്രതിധ്വനിച്ചു. ഉള്ളിലേക്ക് കയറിയതും അന്തരീക്ഷത്തിലെ തണുപ്പ് അസഹനീയമായി മാറി. തറയിലാകെ പൊടിയും ഉണങ്ങിയ ഇലകളും നിറഞ്ഞുകിടക്കുകയായിരുന്നു. അവർ കോട്ടയുടെ വലിയ ഹാളിലേക്ക് നടന്നു. ഹാളിലെ ചുവരുകളിൽ പഴയകാലത്തെ ചില നിഗൂഢ ചിഹ്നങ്ങൾ വരച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കോട്ടയുടെ മുകളിലത്തെ നിലയിൽ നിന്ന് കനത്ത ചുവടുകളോടെ ആരോ നടന്നു പോകുന്ന ശബ്ദം കേട്ടു. തുടർന്ന് ഒരു പുരുഷന്റെ ഭീകരമായ ചിരിയും ചങ്ങലകളുടെ കിലുക്കവും അന്തരീക്ഷത്തിൽ മുഴങ്ങി. രാഹുൽ ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അവൻ സിദ്ധാർത്ഥിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. സിദ്ധാർത്ഥ്, നമുക്കിവിടെ നിന്ന് പോകാം, ഇത് ശരിയല്ല, അവൻ കെഞ്ചി. എന്നാൽ സിദ്ധാർത്ഥിന്റെ ഉള്ളിലെ കൗതുകം ഭയത്തേക്കാൾ വലുതായിരുന്നു. മുകളിലെ നിലയിൽ എന്താണെന്ന് പരിശോധിക്കാൻ അവൻ തീരുമാനിച്ചു. കരിങ്കൽ പടവുകൾ ഓരോന്നായി ചവിട്ടി അവർ മുകളിലേക്ക് കയറി. ഓരോ ചുവടിലും ആ കോട്ട ഭയാനകമായി ശബ്ദിച്ചുകൊണ്ടിരുന്നു. മുകളിലെത്തിയപ്പോൾ അവർ കണ്ടത് നീളമുള്ള ഒരു വലിയ ഇടനാഴിയാണ്. ഇടനാഴിയുടെ അറ്റത്തുള്ള ഒരു മുറിയിൽ നിന്നും നേർത്ത ഒരു ചുവന്ന വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവർ പതുക്കെ ആ മുറിക്ക് സമീപത്തേക്ക് നടന്നു. മുറിയുടെ വാതിൽ പകുതി തുറന്ന നിലയിലായിരുന്നു. ഉള്ളിലേക്ക് ടോർച്ചടിച്ച അവർ കണ്ട കാഴ്ച അവരുടെ ചോരയുറപ്പിച്ചു കളയുന്നതായിരുന്നു. മുറിയുടെ നടുവിലായി ഒരു വലിയ ഹോമകുണ്ഡമുണ്ടായിരുന്നു. വിചിത്രമെന്ന് പറയട്ടെ, ആ ഹോമകുണ്ഡത്തിൽ നിന്ന് തീനാളങ്ങൾ തനിയെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചുറ്റും ആരുമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവർക്ക് പിന്നിൽ വലിയൊരു ശബ്ദത്തോടെ ആ മുറിയുടെ വാതിലടഞ്ഞു. ടോർച്ചുകളുടെ വെളിച്ചം പെട്ടെന്ന് മങ്ങിക്കത്താൻ തുടങ്ങി. അന്തരീക്ഷത്തിലെ തണുപ്പ് അസഹനീയമായി മാറി. ചുമരുകളിൽ നിന്ന് കറുത്ത പുക പോലെയുള്ള രൂപങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. ആ രൂപങ്ങൾക്ക് ചുവന്ന തിളങ്ങുന്ന കണ്ണുകളുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് വാതിൽ തുറക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അത് പുറത്തുനിന്ന് പൂട്ടിയതുപോലെ ഉറച്ചുനിന്നു. ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിച്ചിരുന്ന സിദ്ധാർത്ഥിന് തന്റെ യുക്തിയധിഷ്ഠിത ചിന്തകളെല്ലാം നഷ്ടപ്പെടുന്നതായി തോന്നി. ആ കറുത്ത രൂപങ്ങൾ അവരെ ലക്ഷ്യമാക്കി അടുത്തുവന്നു. ഭയത്തിന്റെ പരകോടിയിൽ രാഹുൽ നിലവിളിച്ചുകൊണ്ട് തറയിൽ വീണു. ആ രൂപങ്ങളിൽ ഒന്ന് സിദ്ധാർത്ഥിന്റെ നേരെ കൈകൾ നീട്ടി. അതിന്റെ നഖങ്ങൾക്ക് കത്തിയുടെ മൂർച്ചയുണ്ടായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷത്തിൽ സിദ്ധാർത്ഥ് തന്റെ അഹങ്കാരവും യുക്തിയും മറന്ന് ദൈവത്തെ ഓർത്തു. അവൻ തന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന അമ്മ നൽകിയ ചെറിയൊരു വേൽ രൂപം ഓർത്തെടുത്തു. അവൻ ആ വേൽ കൈകളിൽ മുറുകെ പിടിച്ച് കണ്ണുകളടച്ച് ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാഹുലും ബോധം മറയുന്നതിനു മുൻപ് ദൈവനാമം ഉരുവിട്ടുകൊണ്ടിരുന്നു. അവർ പ്രാർത്ഥന തുടർന്നപ്പോൾ ആ മുറിക്കുള്ളിൽ വലിയൊരു കാറ്റ് വീശിയടിക്കുകയും ആ വേലിൽ നിന്ന് ഒരു ദിവ്യപ്രകാശം പുറപ്പെടുകയും ചെയ്തതായി അവർക്ക് തോന്നി. ആ വെളിച്ചം തട്ടിയതും ഭീകരരൂപങ്ങൾ ഉഗ്രമായ ഒരു അലർച്ചയോടെ വായുവിൽ അലിഞ്ഞു ചേർന്നു.
പെട്ടെന്ന് അടഞ്ഞുകിടന്ന വാതിലുകൾ തനിയെ തുറക്കപ്പെട്ടു. പുറത്തു പുലർച്ചെയുള്ള സൂര്യന്റെ ആദ്യ കിരണങ്ങൾ കാടിനെ കീറിമുറിച്ച് കോട്ടയ്ക്കുള്ളിലേക്ക് പതിക്കാൻ തുടങ്ങിയിരുന്നു. വെളിച്ചം കണ്ടതും ആ മുറിയിലെ നിഗൂഢമായ ഭാവങ്ങളെല്ലാം അപ്രത്യക്ഷമായി. സിദ്ധാർത്ഥ് വേഗം രാഹുലിനെ എഴുന്നേൽപ്പിച്ചു. ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയ അവർ കോട്ടയുടെ പടവുകൾ ഓടിയിറങ്ങി പുറത്തേക്ക് ചാടി. കരിമ്പനക്കാടുകൾക്കിടയിലൂടെ തങ്ങളുടെ വണ്ടി ലക്ഷ്യമാക്കി അവർ ജീവനും കൊണ്ട് ഓട്ടി. പ്രകൃതിക്കപ്പുറമുള്ള നിഗൂഢ ശക്തികളെ വെല്ലുവിളിക്കാൻ മനുഷ്യന് കഴിയില്ലെന്ന വലിയൊരു തിരിച്ചറിവോടെ ഇനിയൊരിക്കലും ഇത്തരം സാഹസികതകൾക്ക് മുതിരില്ലെന്ന ഉറച്ച തീരുമാനവുമായി അവർ ആ ശാപഗ്രസ്തമായ കാടിനോടും കോട്ടയോടും എന്നേക്കുമായി വിട പറഞ്ഞു.